സംഭവം ഗെയിമിന്റെ ഐഡിയ ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ചാവണം, നമ്മൾ ചത്താലേ നമ്മൾ എണ്ണിക്കത്തുള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞപ്പോ ഉറങ്ങുക, മനസ്സിലായ ഇത് സ്വപ്നമാണ്. അപ്പൊ സ്വപ്നത്തിൽ നിന്ന് എണ്ണിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയും ചാവണം. ചാവാനുള്ള ശ്രമങ്ങളാണ് ഈ കാണിക്കുന്നത്. സൂസൈഡ് ഗെയിം എന്താ ഗെയിമാണെന്ന് എനിക്കറിയത്തില്ല, ചുമ്മാ കിട്ടതാ, കണ്ടപ്പോ ഫണ്ണാന്ന് തോന്നി. ഡ്രീമിങ്. പയ്യന് ഉറങ്ങിയേട്ടാ. സംഭവം എന്ന് വെച്ചാൽ ആള് മറ്റേ വെള്ളം അടിച്ചു കിടന്ന് ഉറങ്ങിയേട്ടാ. സംഭവം അതാണ്. അപ്പൊ നമ്മളിപ്പോ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താണ് ചെയ്യാനുള്ള എന്ത് ഗെയിമാണ്? എന്താ ഇതിപ്പോ എന്താ ചെയ്യാനുള്ള? ഇത് എന്ത് ഗെയിമാന്ന് പോലും ഞാൻ നോക്കിയില്ല. ഓ കിൽ യുവർ സെൽഫ്. സ്വപ്നത്തിൽ നിന്നിട്ട് അടുത്ത ബിയർ എടുത്തടി. ഒന്നും നോക്കണ്ട മച്ചാനെ. ഒരിറക്കവും കൂടെ ആവാല്ലേ. ഇവൻ മിക്കവാറും വീണ്ടും ഉറങ്ങും കേട്ടാ. ഇത് തന്നെ, ഇവനെ അടിക്കാൻ ഉറങ്ങുക. ഇതല്ലാതെ വേറൊരു പരിപാടിയില്ല ഇവന്. കുപ്പി താഴെ വീണ് പൊട്ടണം. അടുത്ത സ്വപ്നത്തിലെത്തി നമ്മൾ. ഇതെന്താ ചെയ്യാനുള്ള? എടാ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഈ ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്യൂടാ? ഓ അങ്ങനെ പറ, അത് പറ. ചത്ത് കഴിഞ്ഞാൽ ഉറക്കത്തിൽ എണ്ണീക്കും. ഇങ്ങോട്ട് ചാടാല്ലേ? തഴിയന്റെ വയറ് കയറത്തില്ലല്ലോ അത് വഴി. പിന്നെ എങ്ങനെട്ട് ചാടും ഞാൻ? താഴ്ത്തി കിട പോയാ ഇപ്പൊ എന്താ ഉണ്ടായേ? എന്താ സംഭവിച്ചേ? മനസ്സിലായില്ലൊന്നും. ഒരു പട്ട് പിടിപ്പിക്കാനുള്ളടാ. എംപ്ലോയി ഓഫ് ദ മന്ത് ഇവൻ തന്നെയാണോ? ആകെ ഇവൻ മാത്രമുള്ള കടയില്. ഇതെന്താ? ത്രോ ഐറ്റം പ്രസ് ആൻഡ് ഹോൾഡ്. ഇത് എറിഞ്ഞ് അങ്ങോട്ട് എറിയാൻ ഞാനല്ലേ? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇതെന്താണിത്? ഞാൻ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? കളിക്കുന്ന എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് കാണുന്നത് നിങ്ങൾക്ക്. ഓ മനസ്സിലായി മോനെ. ഈ സാധനം കൊണ്ട് അവിടെ വെക്കണം, എന്നിട്ട് ഇത് പിടിച്ച് പൊട്ടിക്കണം, പപ്പടമാക്കണം. മനസ്സിലായ? ഇനി ആ സാധനം കൊണ്ട് ഓണാക്ക്. അത്ര ഉള്ളടാ. ഒരു പുല്ലും പറ്റിയില്ലേ ഇനി? പൊട്ടന്മാര്. ഇതിപ്പോ എന്താ ചെയ്യണ്ടേ? ഈ സാധനം എന്തിനാ അടിച്ചിപ്പം? ഇതിനൊന്നും പറ്റിയില്ലല്ലോ. എന്തോ ബുദ്ധിപരമായിട്ടുള്ള കളിയാണ്, പക്ഷെ അത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കുറച്ച് ബുദ്ധിപരമായി ചിന്തിക്കണം, മനസ്സിലായോ? നിങ്ങൾ കുറച്ച് ബുദ്ധിപരമായി ചിന്തിക്കണം. കാരണം എന്ന് വെച്ചാല് ഈ ഗെയിം തന്നെ ശ്രദ്ധിച്ചു നോക്കി. ഇങ്ങനൊരു ബോളുണ്ട്, ഇങ്ങനൊരു സാധനമുണ്ട്, അവരെറിയാനും പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ നിറഞ്ഞു കൊടുക്കാൻ? അത് തന്നെ പൊട്ടന് ലോക പൊട്ടനാണ്. പൊട്ടന് ലോക പൊട്ടൻ. എന്താണ് ഗൈസ്, നിങ്ങൾ എന്തൊരു മണ്ടന്മാരാണ് ഗൈസ്. നിങ്ങൾ വീണ്ടും പുറത്തു നിന്നല്ല അകത്ത് നിന്നാണ് അറിയേണ്ടത്, മനസ്സിലായ? സംഭവം ഗൈസ് ഗെയിമിന്റെ ഐഡിയ ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ചാവണം, മനസ്സിലായ? നമ്മൾ എങ്ങനെയും ചാവണം, അതാണ് ഗെയിം. ഇത്ര നേരം എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. നമ്മൾ ചത്താലേ നമ്മൾ എണ്ണിക്കത്തുള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞപ്പോ ഉറങ്ങുക, മനസ്സിലായ? ഇത് സ്വപ്നമാണ്. അപ്പൊ സ്വപ്നത്തിൽ നിന്ന് എണ്ണിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയും ചാവണം. ചാവാനുള്ള ശ്രമങ്ങളാണ് ഈ കാണിക്കുന്നത്. അതല്ലേ, എനിക്ക് ആ ഐഡിയ മനസ്സിലായില്ല കേട്ടോ. അല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ എനിക്ക് എപ്പോഴേ കിട്ടിയാനെ. പിന്നെ ഇല്ലല്ലോടാ, കേട്ടടാ തുളക്കകത്തോട്ട്. ആ മുത്തം നിന്നിട്ട് പോയാ വന്നിട്ട് അത്ര ഉള്ളടാ മോനെ. ഞാൻ കാര്യം പറയട്ടെ, ഈ റെസ്റ്റോറന്റ് സ്വപ്നമാണ്, അതാണ് റിയാലിറ്റി. ആ ബിയർ താഴെ പോകുന്നത് സ്വപ്നത്തിനകത്ത് സ്വപ്നമാണ്. ദൈവം. എക്സ്പ്ലോർ ചെയ്യാം. ഇതിപ്പോ അവിടെ ചെല്ലണം നമ്മൾ. ഓ മൈ ഗോഡ്, ഐഡിയ എന്ന് വെച്ചാൽ നമ്മൾ ഇതുവഴി വന്ന് അങ്ങോട്ട് ചാടി അവിടെ ആ സാധനം പോയി എടുക്കുമ്പോഴത്തേക്കും ഇത് വന്ന് താഴെ വീഴും. അപ്പം നമ്മൾ ചാവും. എടുത്ത് ഇവിടെ കൊണ്ടുപോകും, എന്നിട്ട് ആ റെഡി കയറുകയായിരിക്കും.
ചാടറ. ഓ, ഇത് നമ്മള് മറ്റേ പണ്ട് പ്രിൻസ് ഓഫ് പേർഷ്യയൊക്കെയാണ് കളിച്ചിട്ടുള്ളതായോണ്ട് നമുക്കിതൊക്കെ അറിയാം കേട്ടാ. ഈ സാധനം കൊണ്ട് അവിടെ കൊണ്ട് വെക്കുക. ചേട്ടാ ഇവിടെ 2 എണ്ണം ഉണ്ട്. പിന്നെ ഇതെങ്ങനെ അകത്തോട്ട് ഇത് അടയത്തില്ലായിരുന്നു. ഇത് നമ്മള് മറ്റേ പണ്ട് പ്രിൻസ് ഓഫ് പേർഷ്യയൊക്കെയാണ് കളിച്ചിട്ടുള്ളതായോണ്ട് നമുക്കിതൊക്കെ അറിയാം കേട്ടാ. അത് അടയത്തില്ലായിരുന്നു. പിന്നെ എന്തിനാണ് ഞാൻ അവിടെ കൊണ്ടുവച്ചത്? ഓ, ഇത് ഇവിടെ വെക്കാനുള്ളതാണ്. 2 എണ്ണം ഒരുമിച്ച് വെക്കണം. അതിനു വേണ്ടിട്ടാണ്. മനസ്സിലായോ? ഐറ്റ് കൂടി പോയതിന്റെ ഓരോരോ പ്രശ്നങ്ങളെ. വടാ 3 എണ്ണം. ഇനി ഒരെണ്ണം ഇവിടെ. ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടല്ലോ. മേളിൽ നിന്ന് സാധനം എടുക്കണമല്ലോടാ. അപ്പം എടുക്കടാ. മനസ്സിലായോ? നമ്മൾ ഇവിടെ കേറിയിട്ട് ഇതിന്റെ മണ്ടേ കയറി എന്നിട്ട് അതിനകത്തോട്ട് അടിക്കണം. അടി മനസ്സിലായ? കറക്റ്റാ. പൊട്ടന്ന ലോക പൊട്ടനാണ്. പൊട്ടന്ന ലോക പൊട്ടൻ. താക്കോൽ. ഓ, താക്കോൽ. ഇതൊക്കെ എന്ത് താക്കോല് വെച്ച് ഇനി എന്തോ തുറക്കാനാണ്? ഓ, പെട്ടി തുറക്കാൻ. തുറക്ക്. ഞാൻ ഒരു സംഭവം തന്നെയല്ലേ. ഇനി അവിടെ പോയി ഐക്യു എന്നൊക്കെ പറഞ്ഞ എന്റെ ഒരു ഐക്യു. ഓ, വിഷയം തന്നെ. കണ്ടോടാ കളി. ഇലുമിനാറ്റി അല്ലടാ അത്. കാണിച്ചു തരാം. എടാ, നമ്മുടെ തല ചുമ്മാ മറ്റേ ഉണ്ടാക്കാൻ വെച്ചേക്കുന്ന സാധനമല്ല, ഉപയോഗിക്കാനുള്ളതാണ്. മനസ്സിലായോ? ഇതങ്ങോട്ട് എടുക്കുക. കണ്ടത് കണ്ട ഒറ്റ അടി. ഇതങ്ങ് സിമ്പിൾ അല്ലടാ. ചാടാൻ പറ്റില്ല. പിന്നെന്തിനാണ് അവിടെ? ഓ, താഴെ വീണ് കഴിഞ്ഞാൽ കേറാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചത്. കണ്ട, ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെയാണ്. ഇത് എന്തിനാണ് ഇത് വെച്ചേക്കുന്നതെന്ന് അറിയാൻ വേണ്ടി, അല്ലാതെ ഞാൻ വീണതല്ല. കാണിച്ചു തന്നെയാണ്. മനസ്സിലായോ? ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതെങ്ങനെ കയറുന്നതെന്ന് കണ്ടോ? ഇതിനാണ് ഈ ഏണി വെച്ചേക്കുന്നത്, അല്ലാതെ ചുമ്മാ വെച്ചേക്കാന്ന് വിചാരിച്ചോ? വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. മനസ്സിലായോ? ഈ സാധനം കയ്യിലിരിക്കുന്നോണ്ടാണ് നമുക്ക് പിടിച്ചു കയറാൻ പറ്റാത്തത്. ഇനി നോക്കൂ, ഇനി നമ്മൾ പിടിച്ചു കയറണ്ട. വയറ് കുലുക്കി കളിക്കുന്ന എന്താ? ഇതെടുത്തങ്ങ് നോക്കാം. ആദ്യമായിട്ടാണ് ഈ റേഡിയോ കൊണ്ട് ഒരു ഉപകാരം തോന്നുന്നത്. ഒരു ഉപകാരം ഇല്ലാത്ത ചെറ്റ സാധനം ദാ ഇരിക്കുന്ന നോക്ക്. എടുത്തോണ്ട് പോടാ അവന്റെ റേഡിയോ. ഇതെടുക്കാം. അയ്യോ, ഇതെന്തരുത്? ഇത് കുറേ ഉണ്ടല്ലോ ചാടാൻ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ലെറ്റ്സ് ഗോ. യെസ്. കൊല്ലടാ, വാടാ. ചാടാം. കൊല്ലടാ, വാടാ. കുത്തി കേട്ടടാ. അത്ര ഉള്ളു ഗൈസ്. അങ്ങനെ നമ്മൾ 3ാമത്തതും അതിസാഹസ്യമായി വിജയിച്ചിരിക്കുകയാണ്. അടുത്തത് എന്താണ്? ഇത് എടാ, ഇതെന്തോ ചെയ്ത ഇതിന്റെ ഈ ബോൾ കൂടെ വന്ന് ചെവിയിലടിക്കും അല്ലേ? അതല്ലേ? മനസ്സിലാവുന്നില്ലല്ലോടാ. പിന്നല്ല. ഓ, അതിനകത്ത് കയറി ചാവാം. പിടിച്ച് ചാവ്. താഴെ പോവാം. താഴെ എന്തോ ആളെന്തേ പോയോ? ഇതെന്നെങ്ങനെ എന്നെ കൊല്ലുന്നതിന്?
അച്ഛാ അന്ന് കൊല്ലുവോ? ഞാൻ കാലിൻ്റെ അടി വന്നിരിക്കാം. ആ അപ്പച്ച ഉണ്ട ഊരി വിട്ടല്ലേ ഇപ്പൊ ഞാൻ കണ്ടത്. കൊല്ല് 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 കൊല്ല്.